നെക്സ്റ്റ് ടോപ്പിക്ക് വാട്ടർഷെഡ് മാനേജ്മെൻ്റ് ആണ്. ആദ്യമായിട്ട് എന്താണ് വാട്ടർഷെഡ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. വാട്ടർഷെഡ് ഈസ് ആൻ ഏരിയ ഓഫ് ലാൻഡ് ദാറ്റ് ഡ്രെയിൻസ് ഓർ ഷെഡ്സ് വാട്ടർ ഇൻ ടു എ സ്പെസിഫിക് വാട്ടർ ബോഡി. അപ്പോൾ ഇതിനെ വിളിക്കുന്ന മറ്റ് രണ്ട് പേരുകൾ ഡ്രെയിനേജ് ബേസിൻ, ക്യാച്ച്മെൻറ്റ് ഏരിയ എന്നതാണെന്ന് മനസ്സിലാക്കുക. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് വാട്ടർ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടേക്ക് വാട്ടർ എത്തിക്കുകയോ ചെയ്യുന്ന ആ ഒരു റീജിയനെ നമുക്ക് വാട്ടർഷെഡ് എന്ന് പറയാം. ഉദാഹരണം ഈ പിക്ചറിൽ നമുക്ക് കാണാം, ഈ ഇവിടെ നിന്ന് മഴ മൂലം ലഭിക്കുന്ന അല്ലെങ്കിൽ പലതരത്തിൽ ലഭിക്കുന്ന വെള്ളം എല്ലാം തന്നെ ഈ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്ത് ഈ ഓഷനിലേക്ക് എത്തിക്കുന്നത് ഇത്രയും വരുന്ന റീജിയനാണ്. അപ്പോൾ ഈ ഒരു റീജിയൻ ാണ് നമ്മൾ വാട്ടർഷെഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡ്രെയിനേജ് യൂണിറ്റ് ഫോർ സർഫസ് വാട്ടർ റൺ ഓഫ്. വൺ watershed is separated from another by a natural boundary known as water divide or ridge line. ഇതാണ് നമ്മുടെ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും ഏരിയ ആയിരിക്കും ഒരു വാട്ടർഷെഡ്. രണ്ട് റീജിയനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് വാട്ടർഷെഡ് ഡിവൈഡ്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള വാട്ടർഷെഡ് ഉണ്ട്. ദേ ആർ ക്ലാസിഫൈഡ് ഡിപ്പെൻഡിങ് അപ്പോൺ സൈസ്, ഡ്രെയിനേജ്, ഷേപ്പ് ആൻഡ് ലാൻഡ് യൂസ് പാറ്റേൺ. പല രീതിയിൽ ആ ഒരു പ്രത്യേകതകൾ കാരണം നമുക്ക് പലതായി ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് മാക്രോ വാട്ടർഷെഡ് 50,000 ഹെക്ടറിന് മുകളിലാണ്. സബ് വാട്ടർഷെഡ് 10,000-നും 50,000-നും ഇടയ്ക്ക്. മില്ലി വാട്ടർഷെഡ് 1000 to 10,000. മൈക്രോ വാട്ടർഷെഡ് 100 to 1000 ഹെക്ടർ. മിനി വാട്ടർഷെഡ് 1 മുതൽ 100 ഹെക്ടർ വരെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി എന്താണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കിയാലോ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ലാൻഡ് യൂസ് പ്രാക്ടീസസ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സസ് വിത്തിൻ എ വാട്ടർഷെഡ്. ഒരു പർട്ടിക്കുലർ വാട്ടർഷെഡിനുള്ളിലുള്ള വാട്ടറിൻ്റെ ക്വാളിറ്റിയും മറ്റ് നാച്ചുറൽ റിസോഴ്സിൻ്റെ ക്വാളിറ്റിയും കൂട്ടാൻ വേണ്ടിയുള്ള എന്താണ് ലാൻഡ് യൂസ് പാറ്റേൺ അല്ലെങ്കിൽ വാട്ടർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസിനെ നമുക്ക് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതിനുള്ളിൽ ഒരു പ്രത്യേക ഒരു കാര്യം ആലോചിക്കുക. നമ്മളിവിടെ വാട്ടറിനെ മാത്രമല്ല ഡീൽ ചെയ്യുന്നത്, മറ്റ് നാച്ചുറൽ റിസോഴ്സ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. കാരണം എക്സാമിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് കം അണ്ടർ ദ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ വരുന്ന കാര്യങ്ങൾ നമുക്ക് താഴോട്ട് നോക്കിയാലോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്: പൊല്യൂഷൻ കൺട്രോൾ, മിനിമൈസിങ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, വാട്ടർ സ്റ്റോറേജ്, ഫ്ലഡ് കൺട്രോൾ, ചെക്കിംഗ് സെഡിമെൻറ്റേഷൻ, വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ, ഇറോഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് സോയിൽ റൺ ഓഫ്, റീചാർജിങ് ഗ്രൗണ്ട് വാട്ടർ ടു പ്രൊവൈഡ് റെഗുലർ വാട്ടർ സപ്ലൈ. ഇതിലൊരു സംശയം, ഇതൊക്കെ എന്താണ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ വരാമോ എന്ന് സംശയിക്കേണ്ട, തീർച്ചയായും ഇതിനുള്ളിൽ വരും. ആ പർട്ടിക്കുലർ റീജിയനിലുള്ള എല്ലാ നാച്ചുറൽ റിസോഴ്സിനെയും നമ്മൾ ഇതിനകത്ത് പരിഗണിക്കും. ഓക്കെ, നെക്സ്റ്റ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് സ്കീംസ് ആണ്. അപ്പോൾ ഇന്ത്യ എപ്പോഴാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് ഈ രീതിയിൽ തന്നെ വാട്ടറിനെ നമ്മൾ പ്രിസർവ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് എപ്പോഴും മുതലാണ് വന്നത് നമുക്ക് നോക്കിയാലോ. ടു ആക്സിലറേറ്റ് ദ പേസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് വേസ്റ്റ് ലാൻഡ്സ് ഓർ ഡീഗ്രേഡഡ് ലാൻഡ്സ് ഓഫ് ഗവൺമെൻറ് ഹാഡ് സെറ്റ് അപ്പ് നാഷണൽ വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബോർഡ് ഇൻ 1985 ഇങ്ങനൊരു ബോർഡ് സെറ്റപ്പ് ചെയ്തു. ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്. ഓക്കെ, അതിനുശേഷം ലേറ്റർ എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പോവർട്ടി അലിവേഷൻ വാസ് ക്രിയേറ്റഡ് ഇൻ 1992 ആൻഡ് ദ നാഷണൽ വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബോർഡ് വാസ് ട്രാൻസ്ഫേർഡ് ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഏതിനുള്ളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിനകത്ത് ട്രാൻസ്ഫർ ചെയ്തു 1992. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ നാഷണൽ വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റിനെയും ഈ മിനിസ്ട്രിയുടെ കീഴിലാക്കി. നെക്സ്റ്റ് 1999 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ് എന്നാക്കി മാറ്റി. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇതിൻ്റെ പേരിങ്ങനെ ആക്കി. ടു ആക്ട് ഇസ് നോഡൽ ഏജൻസി ഫോർ ലാൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സസിനെ ഇതിൻ്റെ സർവ്വതോന്മുഖമായ മാനേജ്മെൻറ്റിന് വേണ്ടി അതിൻ്റെ പേര് ലാൻഡ് റിസോഴ്സസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ് എന്ന് മാറ്റി. Consequently, all land-based development programs and the land reforms division were brought under this department. ഈ ഡിവിഷനെയും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാക്കി. ഓക്കെ, നെക്സ്റ്റ് ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം DPAP, ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം DDP ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IWDP വേർ ദ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ആദ്യ തുടക്കകാലത്ത് പ്രോഗ്രാംസാണിത്. Later, for optimum use of resources, sustainable outcomes and integrated planning, DPAP, DDP and IWDP were consolidated as watershed management development component ഓഫ് പ്രൈം മിനിസ്റ്റർ കൃഷി സിഞ്ചായ് യോജന. 2015 തുടങ്ങിയൊരു പദ്ധതിയാണിത്. അപ്പോൾ അതിന് കീഴിലുള്ള വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് കമ്പോണൻറ്റിൻ്റെ കീഴിൽ ഈ 3 പദ്ധതികളെയും നമ്മൾ ഉൾക്കൊള്ളിച്ചു. ഓക്കെ,
ഇനി തുടക്കകാലത്ത് തന്നെ ഒരു പദ്ധതിയാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. കൃഷിയുടെ ഇറിഗേഷന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 1974 ടു റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ആക്ച്വൽ യൂട്ടിലൈസേഷൻ ആൻഡ് ടു ഇംപ്രൂവ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഫാമേഴ്സ്. അപ്പോൾ ഇത് ഇറിഗേഷൻ പൊട്ടൻഷ്യലും ആക്ച്വലുള്ള ആ ഒരു യൂട്ടിലൈസേഷൻ, അപ്പോൾ കുറച്ചുകൂടി ഇറിഗേഷൻ വർദ്ധിപ്പിക്കാനുള്ള ആ ഗ്യാപ്പ് പരിഹരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തത് ഫാമേഴ്സിൻ്റെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ്റെ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഇങ്ങനത്തെ പദ്ധതികളിൽ എല്ലാത്തിലും ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ടാകും. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ആൾക്കാരുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ആ ഒരു കമ്പണൻറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുന്ന പദ്ധതികളിലും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് ഏരിയാസ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഫോം ചെയ്തു. ഇതിൻ്റെ താഴെ വരുന്ന കമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. മോഡേണൈസേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഫീൽഡ് ചാനൽ വിത്തിൻ ദ റീച്ച് ഓഫ് ഈച്ച് കമാൻഡ് ഔട്ട്ലെറ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ക്രോപ്പിംഗ് പാറ്റേൺ, ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടു സപ്ലിമെൻറ്റ് സർഫസ് വാട്ടർ, modernization and maintenance of irrigation system, provide the rotational supply of water to ensure equitably and assured distribution of water to individual farms. അപ്പോൾ ഏതാണ്ട് നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻ 2004 ഇറ്റ് വാസ് റീനെയിംഡ് ആസ് കമാൻഡ് ഏരിയാസ് ഡെവലപ്മെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ഈ രീതിയിൽ അതിൻ്റെ പേര് മാറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഈ പ്രോഗ്രാമിൻ്റെ കീഴിലാണ് ഇന്ദിരാഗാന്ധി കനാൽ കമാൻഡ് ഏരിയാസ് ആരംഭിച്ചത്. ഇതിൻ്റെ പണ്ടത്തെ പേരായിരുന്നു രാജസ്ഥാൻ കനാൽ. ഓക്കെ, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കനാൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡ്രൗട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം അല്ലെങ്കിൽ DPAP എന്ന് പറയും. ലോഞ്ച് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് സെയിം കാലഘട്ടത്തിലാണ് 1973-74 ടു ടാക്കിൾ ദ സ്പെഷ്യൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദോസ് ഫ്രെജൈൽ ഏരിയാസ് ദാറ്റ് ആർ കോൺസ്റ്റൻ്റ്ലി അഫക്റ്റഡ് ബൈ സിവിയർ ഡ്രോട്ട് കണ്ടീഷൻസ്. ഓക്കെ, 4th ഫയർ പ്ലാൻ്റെ സമയമായിരുന്നു. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മിനിമൈസ് ദ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഡ്രോട്ട് ഓൺ ക്രോപ്സ്, ലൈവ് സ്റ്റോക്ക് ആൻഡ് ലാൻഡ്. ഓക്കെ, വരൾച്ച കാരണം ഈ 3 കാര്യങ്ങൾക്കുള്ള അഡ്വേഴ്സിറ്റി കുറയ്ക്കുക. ടു പ്രൊമോട്ട് ഓവറോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ. ഈ എംപ്ലോയ്മെൻറ്റ് എന്നൊരു കാര്യം ഉണ്ടെന്ന് ഓർമ്മിക്കണം. പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്, ക്രിയേറ്റ് പ്രൊഡക്റ്റീവ് അസെറ്റ്, emphasized in irrigation project, land development, afforestation, grassland development. Okay. Next, Desert Development Program, DDP. Desert Development Program was launched in 1977-78 with the following aims. താഴെ പറയുന്ന aims ആണ്. Minimize the adverse effect of deserts and control desertification by the restoration of natural resources to achieve ecological balance in the long run. അത് ഡെസർട്ടിഫിക്കേഷൻ കുറയ്ക്കുക എന്നാണ് 77-78 ആരംഭിച്ചത്. എല്ലാ സർവ്വതോന്മുഖമായ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ആൻഡ് ഇംപ്രൂവ് ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് പുവർ ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണ്. ഈ സ്കീം എപ്പോഴാണ് ആരംഭിച്ചത്? 1989-90. ദ സ്കീം ഹാസ് കം ടു വേസ്റ്റ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് along with the National Wasteland Development Board. The development of non-forest wasteland is taken up under this scheme. അപ്പോൾ ഇവിടെ നോൺ ഫോറസ്റ്റ് വേസ്റ്റ് ലാൻഡ് ആണ് ഈ സ്കീമിൻ്റെ അടിയിൽ എടുത്തിരിക്കുന്നത്. ദ ബേസിക് ഒബ്ജക്റ്റ് ഓഫ് ദിസ് സ്കീം ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഓൺ വില്ലേജ് ഓർ മൈക്രോ വാട്ടർഷെഡ് പ്ലാൻ. അപ്പോൾ ഇതാണ് ബേസ് യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. These plans are prepared after taking to consideration the land capability, site condition and local needs of people. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ദ സ്കീം ഓൾസോ എയിംസ് അറ്റ് റൂറൽ എംപ്ലോയ്മെൻറ്റ് ബിസൈഡ്സ് എൻഹാൻസിങ് ദ കണ്ടൻസ് ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അറ്റ് ഓൾ സ്റ്റേജസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഒരു കോംപ്രഹെൻസീവ് ഡെവലപ്മെൻറ്റാണ് ഈ ഒരു പ്രോജക്റ്റ് അച്ചീവ് ചെയ്യാൻ എയിം ചെയ്യുന്നത്. ഇനി ഈ വേസ്റ്റ് ലാൻഡ് പ്രോജക്റ്റിൻ്റെ കീഴിൽ ഈ വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഡീഗ്രേഡഡ് ലാൻഡ് വിച്ച് ക്യാൻ ബി ബ്രോട്ട് അണ്ടർ വെജിറ്റേറ്റീവ് കവർ. ഓക്കെ, വിത്ത് റീസണബിൾ എഫേർട്ട്. അപ്പോൾ എഫേർട്ട് എടുക്കുവാണെങ്കിൽ അതിന് നമുക്ക് വെജിറ്റേറ്റീവ് കവറിൻ്റെ ആ ഒരു പച്ചപ്പും ഹരിതാഭയൊക്കെ തിരിച്ച് കൊണ്ടുവരാം. ആൻഡ് വിച്ച് ഈസ് കറൻ്റ്ലി അണ്ടർ യൂട്ടിലൈസ്ഡ് ആൻഡ് ലാൻഡ് വിച്ച് ഈസ് ഡിറ്റോറിയേറ്റിംഗ് ഫോർ ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് വാട്ടർ ആൻഡ് സോയിൽ മാനേജ്മെൻറ്റ് ഓർ ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ കോസ്റ്റ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട്
ഇപ്പോൾ അതെന്താണ് ഡിറ്റോറിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എഫേർട്ട് എടുത്താൽ തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഏതൊക്കെ ടൈപ്പായിട്ടുള്ള ലാൻഡ്സ് ആണ് വേസ്റ്റ് ലാൻഡായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. സ്നോ കവേർഡ് ഓർ ഗ്ലേഷ്യൽ, ബാരൻ റോക്ക്, ഷീറ്റ് റോക്ക്, സാൻഡ്, ഇൻലാൻഡ് കോസ്റ്റൽ, ലാൻഡ് അഫക്റ്റഡ് ബൈ സലൈനിറ്റി, ആൽക്കലൈനിറ്റി. നമുക്കറിയാം ഇന്ത്യയുടെ വെസ്റ്റേൺ റീജിയനിലുള്ള ഗുജറാത്ത്, രാജസ്ഥാൻ റീജിയനൊക്കെ അഫക്റ്റഡ് ആണ്. ഗള്ളിയുടെ ഒരു റവൈനസ് ലാൻഡ്, അതിപ്പോൾ നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലുള്ള മധ്യപ്രദേശ് ആ ഒരു റീജിയനിലൊക്കെ ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്ലാൻഡ് വിത്തൗട്ട് സ്ക്രബ്, water logged and marshy, steep sloping area, shifting cultivation land. ജും കൾട്ടിവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തുടർച്ചയായിട്ട് അത് കത്തിച്ച് അവിടുത്തെ ഫെർട്ടിലിറ്റി മൊത്തം നശിച്ചിട്ടുണ്ടായിരിക്കും ലാൻഡിൻ്റെ. പിന്നെ വാട്ടർ ലോക്ക്ഡ് ആൻഡ് മാർഷി, സ്റ്റീപ്പ് സ്ലോപ്പിംഗ് ഏരിയ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിന് മുകളിലായാലും വെജിറ്റേറ്റീവ് കവറിനത് എന്താണ് നിലനിന്ന് പോകാൻ, ഒന്നിൽ സോയിൽ റൺ ഓഫ് കൊണ്ട് ആ റൂട്ടിനൊക്കെ അങ്ങനെ പിടിച്ച് നിൽക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും. ദെൻ മൈനിങ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ലാൻഡ്, ഡീഗ്രേഡഡ് പാസ്റ്റേഴ്സ് ഗ്രേസിംഗ് ലാൻഡ്. ഇവിടുത്തെ ഈ മൈനിങ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ലാൻഡിൻ്റെ ഒരു ഇഷ്യൂ ഭയങ്കര എന്താണ് പോയിസണസ് ആയിട്ടുള്ള കുറേ മിനറൽസ് എല്ലാം ആ ഭാഗത്തുണ്ടായിരിക്കും. അതൊക്കെ വാട്ടറിൽ അലിഞ്ഞ് ചേരാനുള്ള സാധ്യതയുണ്ട്. ഡീഗ്രേഡഡ് പാസ്റ്റേഴ്സ് ഗ്രേസിംഗ് ലാൻഡ്, അണ്ടർ യൂട്ടിലൈസ്ഡ് ഡീഗ്രേഡഡ് നോട്ടിഫൈഡ് വേസ്റ്റ് ലാൻഡ്, ഫോറസ്റ്റ് ലാൻഡ്, ഡീഗ്രേഡഡ് ലാൻഡ് ആൻഡ് പ്ലാന്റേഷൻ ക്രോപ്പ്. ഇതൊക്കെയാണ് വേസ്റ്റ് ലാൻഡായിട്ട് പരിഗണിക്കുന്നത്. നെക്സ്റ്റ് ആക്സിലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം AIBP. ഇപ്പോൾ 1996-97 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ PM കൃഷി സിഞ്ചായ് യോജനയുടെ ഒരു കമ്പണൻ്റ് ആണ്. സെൻറ്റർ ഗീവ്സ് ലോൺ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ടു ഹെൽപ്പ് ദം കംപ്ലീറ്റ് സം ഓഫ് ദ ഇൻകംപ്ലീറ്റ് മേജർ ഓർ മൈനർ ഇറിഗേഷൻ പ്രോജക്ട്സ് വിച്ച് ആർ അറ്റ് എൻ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ. അപ്പോൾ ഓൾറെഡി എടുത്തിട്ടുള്ള പ്രോജക്ട്സ് ആണ്, അത് നിയർ കംപ്ലീഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതിന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സെൻറ്റർ കൊടുക്കുന്ന ലോണാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ നേരത്തെ ഉള്ളതെല്ലാം ഈ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ സബ്സ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഈസ് ഇംപ്ലിമെൻറ്റിംഗ് ദ ഇൻറ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, IWMP എന്ന് പറയും. 2009-2010 ആയപ്പോഴാണ് ഇത് ഏതാണ്ട് ഒരു അംബ്രല്ല സ്കീം പോലെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊരു സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഷെഡ് പ്രോഗ്രാമാണ്. ചൈനയ്ക്ക് ശേഷം ഇന്ത്യ നടപ്പിലാക്കുന്ന ഈ പ്രോഗ്രാമാണ് സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. It envisages restoring the ecological balance by harnessing, conserving and developing degraded natural resources such as soil, vegetative cover and water through watershed management initiative. ഈ പ്രോഗ്രാം എല്ലാ സ്റ്റേറ്റിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫണ്ടിങ് റേഷ്യോ 90:10 ആണ്. 2015 ആയപ്പോൾ IWMPയും ഓൺ ഫാം വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്കീമും ഉണ്ട്. ഈ രണ്ട് സ്കീമും പിന്നെ ആക്സിലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം നമ്മളിപ്പോൾ പറഞ്ഞ ഈ സ്കീമും എന്തിലോട്ട് സബ്സ്യൂം ചെയ്തു, PM കൃഷി സിഞ്ചായ് യോജനയിലോട്ട് സബ്സ്യൂം ചെയ്തു. നെക്സ്റ്റ് നമ്മളിപ്പോൾ പരാമർശിച്ച ഓൺ ഫാം വാട്ടർ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിനെ പറ്റി നോക്കാം. അതിൻ്റെ മുമ്പത്തെ പേരായിരുന്നു നാഷണൽ മിഷൻ ഓൺ മൈക്രോ ഇറിഗേഷൻ. ഇതിനൊക്കെ തുടക്കത്തിലൊരു പദ്ധതി ഉണ്ടായിരുന്നു. 2006 ജനുവരിയിൽ ആരംഭിച്ച മൈക്രോ ഇറിഗേഷൻ സ്കീം എന്നായിരുന്നു പദ്ധതിയുടെ പേര്. ഡ്രിപ്പ് ആൻഡ് സ്പ്രിംഗ്ലർ ഇറിഗേഷനെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു. 2010 ആയപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആ പദ്ധതിയെ എന്ത് ചെയ്തു, നാഷണൽ മിഷൻ ഓൺ മൈക്രോ ഇറിഗേഷൻ എന്ന പദ്ധതിയുടെ ആ പേര് അങ്ങനെ റീവാംപ് ചെയ്തെടുത്തു. 11th പ്ലാൻ പീരീഡ് ആയിരുന്നു ആ സമയം. ഏപ്രിൽ 1, 2014 എന്ത് ചെയ്തു, ഈ NMMIനെ നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ NMSAയുടെ കീഴിലാക്കുകയും അതിൻ്റെ പേര് ഓൺ ഫാം വാട്ടർ മാനേജ്മെൻ്റ് എന്നാക്കുകയും ചെയ്തു. വീണ്ടും തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയർ 2015 ഏപ്രിൽ 1 എന്ത് ചെയ്തു, എല്ലാ പദ്ധതികളെയും കൃഷി സിഞ്ചായ് യോജനയിലേക്ക് വീണ്ടും സബ്സ്യൂം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഹരിയാലി എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. ഹരിയാലി ഈസ് എ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് സ്പോൺസേർഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് വിച്ച് എയിംസ് അറ്റ് എനേബിളിംഗ് ദ റൂറൽ പോപ്പുലേഷൻ ടു കൺസർവ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, ഇറിഗേഷൻ, ഫിഷറീസ് ആൻഡ് അഫോറസ്റ്റേഷൻ. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാമാണ്, സെൻട്രൽ സെക്ടർ സ്കീമല്ല. അപ്പോൾ ഇവിടെ എന്താണ് വാട്ടറിൻ്റെ ഇറിഗേഷൻ, ഡ്രിങ്കിങ്, ഫിഷറീസ്, അഫോറസ്റ്റേഷൻ ഈ പർപ്പസിന് വേണ്ടി വാട്ടറിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് വിത്ത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. നെക്സ്റ്റ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന ഇപ്പോഴുള്ള ഒരു അംബ്രല്ല സ്കീമാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. 2015 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് സെൻട്രൽ സ്റ്റേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 75:25 ആണ്. ബാക്കി ഹില്ലി ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ സ്റ്റേറ്റിലാണ് 90:10. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കൺവേർജൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇറിഗേഷൻ അറ്റ് ദ ഫീൽഡ് ലെവൽ, ടു എക്സ്പാൻഡ് ദ കൾട്ടിവബിൾ ഏരിയ അണ്ടർ അഷ്വേർഡ് ഇറിഗേഷൻ അല്ലെങ്കിൽ ഹർ ഖേത് കോ പാനി എന്ന് പറയും, എല്ലാ ഖേത്തിലും പാനി എത്തിക്കുക. ടു ഇംപ്രൂവ് ഓൺ ഫാം വാട്ടർ യൂസ് എഫിഷ്യൻസി ടു റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് വാട്ടർ,
to enhance the adoption of precision irrigation and other water saving technology, more crop per drop. Okay, to enhance recharge of aquifers and introduce sustainable water conservation practices by exploring feasibility of reusing treated municipal based water for peri-urban agriculture and attract greater private investment in precision ഇറിഗേഷൻ സിസ്റ്റം. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് മുനിസിപ്പൽ വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് അഗ്രികൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുക, അതുപോലെ പ്രിസിഷൻ ഇറിഗേഷൻ സിസ്റ്റത്തിലോട്ട് നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, ensure a comprehensive and holistic view of the entire water cycle and proper water budgeting is done for all sectors, namely household, agriculture, industries. ഇത് ഒരു എയിമാണ്. ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ അമാൽഗമേറ്റിംഗ് ഓൺഗോയിങ് സ്കീംസ്. ഈ 3 സ്കീംസും അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന രൂപീകരിച്ചിട്ടുള്ളത്. 3ഉം ഡിഫറെൻറ്റ് മിനിസ്ട്രിയാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. ആക്സിലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം നമ്മളിപ്പോൾ പഠിച്ചു. അത് മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ്, റിവർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗംഗ റീജുവനേഷൻ്റെ കീഴിലാണ്. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം IWMP ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ്. ഓൺ ഗോയിങ് ഫാം വാട്ടർ മാനേജ്മെൻറ്റ് OFWM ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ കോർപ്പറേഷൻ്റെ കീഴിലായിരുന്നു നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ്, ഈ നമ്മുടെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജനയുടെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. ഡീസെൻട്രലൈസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ ത്രൂ സ്റ്റേറ്റ് ഇറിഗേഷൻ പ്ലാൻ ആൻഡ് ഡിസ്ട്രിക്ട് ഇറിഗേഷൻ പ്ലാൻ. ഈ 2 പ്ലാൻ വഴിയാണ് നടപ്പിലാക്കപ്പെടുന്നത്. നെക്സ്റ്റ്, ദ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008. ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് ഈ ആക്ട് നിലവിൽ വന്ന വർഷം, അതോടൊപ്പം തന്നെ ഇതിനകത്ത് 3 ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 3 ബോഡീസ് പറയുന്നുണ്ട്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് ഡീപ്പായിട്ട് പോകണ്ട, പകരം ജനറലി എന്താണ് ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കേരളത്തിലുള്ള പാഡി ലാൻഡ് നികത്താൻ പാടില്ല, നെൽവയൽ നികത്താൻ പാടില്ല, മറ്റ് തണ്ണീർത്തടങ്ങളെയും പർട്ടിക്കുലർ ഒരു പ്രത്യേക ആവശ്യത്തിൽ, ഈ ആക്ടിൽ പറയുന്ന ആവശ്യത്തിൽ കവിഞ്ഞ് യാതൊരു തരത്തിലും അനധികൃതമായി നികത്താൻ പാടില്ല എന്ന് പറയുന്നൊരു നിയമമാണിത്. ഇതിൻ്റെ പ്രധാന പോയിന്റ് തന്നെ ഇത് വന്ന വർഷം അറിയുക. അതായത് 2008 ഓഗസ്റ്റ് 11 നിലവിൽ വന്നത്. കൂടാതെ ഈ ആക്റ്റിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എന്താണ് വെറ്റ്ലാൻഡ്, ഈ ആക്ടിനുള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ഡെഫിനേഷനുണ്ട്. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. വെറ്റ്ലാൻഡ്, ലാൻഡ് ലൈയിങ് ബിറ്റ്വീൻ ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് സിസ്റ്റം. ഈ രണ്ടിനും മധ്യയുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ലാൻഡാണ്. വേർ ദ വാട്ടർ ടേബിൾ ഈസ് യൂഷ്വലി അറ്റ് ഓർ നിയർ ദ സർഫസ്. ഏതാണ് നമ്മുടെ സർഫസിനോടടുത്ത് അല്ലെങ്കിൽ നിയർ ആയിട്ട് വാട്ടർ ടേബിൾ എന്തായാലും ഉണ്ടായിരിക്കും. which is covered by shallow water or characterized by the presence of sluggishly moving or standing water saturating the soil with water and includes backwaters, estuary, fern, lagoon, mangroves, marshes, salt marsh and swamp forest. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡസ് നോട്ട് ഇൻക്ലൂഡ് പാഡി ലാൻഡ്സ് ആൻഡ് റിവേഴ്സ്. ഈ ആക്ടിൻ്റെ കീഴിൽ ഇതൊന്നും വെറ്റ്ലാൻഡായിട്ട് കണക്കാക്കപ്പെടുകയില്ല. ഓക്കെ, ഇതിന് ഈ ഒരു പോയിന്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, പ്രൊഹിബിഷൻ ഓൺ കൺവേർഷൻ ഓർ റിക്ലമേഷൻ ഓഫ് പാഡി ലാൻഡ്. അത് തന്നെയാണല്ലോ ഈ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യവും. അപ്പോൾ അതിനെപ്പറ്റി പരാമർശിക്കുന്നത് സെക്ഷൻ 3യിലാണ്. ഓൺ ആൻഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദ ആക്ട്. ഓക്കെ, അത് പറഞ്ഞു 2008 ഓഗസ്റ്റ് 11 ഈ ആക്ട് നിലയിൽ വന്നത്. ആ ദിവസം മുതൽ ദ ഓണർ, ഒക്കുപ്പയർ ഓർ ദ പേഴ്സൺ കസ്റ്റഡി ഓഫ് എനി പാഡി ലാൻഡ് ഷാൾ നോട്ട് അണ്ടർടേക്ക് എനി ആക്ടിവിറ്റി ഫോർ ദ കൺസർവേഷൻ for conversion or reclamation of such paddy land except in accordance with the provisions of law. ഈ ആക്ടിൽ പറയുന്ന പ്രകാരമല്ലാതെ ഒരു പാഡി ലാൻഡ് നികത്താൻ പാടില്ല എന്നാണ് സെക്ഷൻ 3യിൽ പറയുന്നത്. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് എക്സെപ്ഷൻസ്? ഷാൾ അപ്ലൈ ടു nothing contained in the subsection 1 shall apply to the cultivation of any intermediary crops that are cultivated without changing the ecological nature of that paddy land or strengthening or of the outer bunds for protecting the cultivation. അതായത് ഇപ്പോൾ ഇടവിളിയായിട്ട് കൃഷി ചെയ്യലും, ഉദാഹരണം നെൽകൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പാടത്ത്. അതൊന്നും പാഡി ലാൻഡിനെ നികത്തിയായിട്ട് കണക്കാക്കില്ല. അതുപോലെ തന്നെ പാഡി ലാൻഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, സ്ട്രെങ്തനിങ്ങിന് വേണ്ടി ബണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതും പാഡി ലാൻഡ് നികത്തിയതായിട്ട് കണക്കാക്കില്ല. നെക്സ്റ്റ്, സെക്ഷൻ 4ൽ ഇൻസെൻറ്റീവ്സ് ഫോർ പാഡി കൾട്ടിവേഷൻ. ഓക്കെ, കർഷകർക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത് സെക്ഷൻ 4ലാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. നെക്സ്റ്റ്,
ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ബോഡിയിൽ ഒന്ന്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി സെക്ഷൻ 5 ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. നമുക്ക് ലോക്കൽ, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ലെവലിൽ 3 കമ്മിറ്റീസ് ഉണ്ട്. അതിൻ്റെ സെക്ഷൻസ് അറിയുക, കോമ്പോസിഷൻ അറിയുക. ഓക്കെ, ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ദ പ്രസിഡന്റ് ഓർ ചെയർപേഴ്സൺ, മേയർ ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ. അതായത് ആ സ്ഥലത്തുള്ള ലോക്കൽ ബോഡി ഏതാണോ അതിൻ്റെ തലവനായിരിക്കും, ഹെഡായിരിക്കും. പിന്നെ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്? ദ അഗ്രികൾച്ചറൽ ഓഫീസർ, അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ള അഗ്രികൾച്ചർ ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ടായിരിക്കും. വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരുണ്ടായിരിക്കും. പിന്നെ നെൽകർഷകരായിട്ടുള്ള 3 റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടായിരിക്കും. ഇനി കൺവീനറായിട്ട് ആക്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഓഫീസേഴ്സാണ്. നെക്സ്റ്റ്, ഈ കമ്മിറ്റിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ടു റെക്കമെൻഡ് ടു ദ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഓർ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റി ഫോർ ദ റെക്ലമേഷൻ ഓഫ് പാഡി ലാൻഡ് ഫോർ പബ്ലിക് പർപ്പസ് ഓർ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഫോർ ദ ഓണർ ഓഫ് ദ പാഡി ലാൻഡ്. അതായത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും നിർദ്ദേശം കൊടുക്കുക. എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? റെക്കമെൻഡേഷനാണ് കൊടുക്കാനുള്ളത്. പബ്ലിക് പർപ്പസിന് വേണ്ടി, ഉദാഹരണം റോഡ് പോകണം, റെയിൽ പോകണം, അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്തെങ്കിലും വരികയാണെങ്കിൽ എന്തായാലും പാഡി ലാൻഡ് അതിന് വേണ്ടി എടുക്കുമല്ലോ. അതിന് അല്ലെങ്കിൽ പാഡി ലാൻഡിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തിക്ക് വീട് പണിയാൻ വേണ്ടി നിലം നികത്താം. അത്തരത്തിലുള്ള റെക്കമെൻഡേഷൻ സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിനും നൽകുക എന്നുള്ളതാണ് ആദ്യത്തെ പവർ. Then the committee shall not recommend or filling of paddy land for more than 10 cents in panchayat or 5 cents in municipal or corporation for the construction of residential building for the owner of the paddy land. അതായത് പഞ്ചായത്ത് ഏരിയകളിൽ 10 സെൻറ്റിൽ കൂടുതലും മുനിസിപ്പാലിറ്റി ഏരിയകളിൽ 5 സെൻറ്റിൽ കൂടുതലും നികത്താൻ പാടില്ല. ഓക്കെ. ടു ഇൻസ്പെക്ട് ദ പാഡി ലാൻഡ് സിറ്റുവേറ്റ് വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കമ്മിറ്റി ടു മോണിറ്റർ വെദർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആർ ബീങ് കംപ്ലൈഡ് വിത്ത് ആൻഡ് ടു റിപ്പോർട്ട് ടു ദ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിഗാർഡിംഗ് ദ വയലേഷൻ. ഓക്കെ. പിന്നെ എന്താണ് മറ്റൊരു പവർ? ഇൻസ്പെക്ട് ചെയ്യാം. അതായത് പാഡി ലാൻഡിൽ ചെന്ന് ഇൻസ്പെക്ട് ചെയ്യാം. ഈ ആക്ടിൽ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ, അനധികൃതമായിട്ട് ലാൻഡ് റിക്ലമേഷൻ നടത്തുന്നുണ്ടോ, ലെവലിംഗ് നടത്തുന്നുണ്ടോ എന്ന് നോക്കാം. അഥവാ അങ്ങനെ എന്തെങ്കിലും ഈ ആക്ടിന് കീഴിലുള്ള പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്ക് റിപ്പോർട്ട് കൊടുക്കാം? RDOയ്ക്ക് റിപ്പോർട്ട് കൊടുക്കാം. ഫോർത്ത് പവർ എന്താണ്? ടു എക്സാമിൻ ദ കംപ്ലയിൻസ് റിസീവ്ഡ് ഫ്രം ദ പബ്ലിക് റിഗാർഡിംഗ് ദ അറ്റംപ്റ്റ്സ് ടു വയലേറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസ് ആരെങ്കിലും രഹസ്യമായിട്ട് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പൊതുജനം പരാതി തന്നാൽ ആ പരാതി പരിശോധിക്കാം. നെക്സ്റ്റ്, ടു എക്സാമിൻ ദ റീസൺ ഫോർ കീപ്പിംഗ് ദ പാഡി ലാൻഡ് ഫാലോ ആൻഡ് ടു സജസ്റ്റ് റെമഡിയൽ മെഷേഴ്സ് as to persuade the holder of the paddy land to cultivate it with paddy or any intermediary crop. ഏതെങ്കിലും പാഡി ലാൻഡ് തരിശായി കിടക്കുന്നുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ കിടക്കുന്നത് എന്ന് കാരണം അന്വേഷിക്കാം, പരിഹാരവും നിർദ്ദേശിക്കാം അദ്ദേഹത്തിനോട്. അത് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അതിനെ പുനരുജ്ജീവിച്ചെടുക്കണം കൃഷി, അതുപോലെ തന്നെ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ക്രോപ്പ് എന്തെങ്കിലും അവിടെ നടത്തിയിരിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കാം. അടുത്തതായിട്ട് ഫങ്ഷൻസ്, എന്തൊക്കെ കർത്തവ്യങ്ങളാണ് ചെയ്യുന്നത്? ടു പ്രിപ്പയർ ദ ഡേറ്റ ബാങ്ക് വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കൾട്ടിവബിൾ പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ്. ഒരു ഡേറ്റ ബാങ്ക് ക്രിയേറ്റ് ചെയ്യും. ടു പ്രിപ്പയർ ഡീറ്റെയിൽഡ് ഗൈഡ്ലൈൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പാഡി ഓർ വെറ്റ് ലാൻഡ്. ഓക്കെ, മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകും. ടു കളക്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പാഡി ലാൻഡ് റിക്ലെയിംഡ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ. ഏതെങ്കിലും നിലവിലിരിക്കുന്ന ഈ ലോ അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ലോ ഉണ്ടെങ്കിൽ അതിന് എഗൈൻസ്റ്റ് ആയിട്ട് റിക്ലമേഷൻ നടത്തുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ശേഖരിക്കും. കോറം ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി 3 ആണ്. ടേം ഓഫ് ദ ഓഫീസ് ഓഫ് നോൺ ഒഫീഷ്യൽ മെമ്പർ. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ ടേം എന്ന് പറയുന്നത് 3 ആണ്. ഉദാഹരണം, നോൺ ഒഫീഷ്യൽ മെമ്പർ എന്ന് പറഞ്ഞാൽ 3 കർഷകരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടല്ലോ ഇതിലോട്ട്, അവരുടെയൊക്കെ ടേം എന്ന് പറഞ്ഞാൽ 3 ആണ്. ദ അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ഷാൾ ബി ദ റിപ്പോർട്ടിംഗ് ഓഫീസേഴ്സ് ടു റിപ്പോർട്ട് ദ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിഗാർഡിംഗ് എനി ആക്ട് ഇൻ വയലേഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. ഏതെങ്കിലും പ്രൊവിഷൻസ് ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് അഗ്രികൾച്ചറൽ ഓഫീസറാണ് RDOയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ഇഫ് എനി പാഡി ലാൻഡ് ഈസ് കെപ്റ്റ് ഫാലോ ഡ്യൂറിംഗ് എനി അഗ്രികൾച്ചറൽ സീസൺ ദ അഗ്രികൾച്ചറൽ ഓഫീസർ ഷാൾ ഇൻഫോം ദാറ്റ് മാറ്റർ ഇൻ ടു ദ കമ്മിറ്റി. ഏതെങ്കിലും സ്ഥലത്ത് തരിശായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റിയെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വവും അഗ്രികൾച്ചറൽ ഓഫീസറിൻ്റേതാണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി. നമ്മൾ സാധാരണ ലോക്കൽ ലെവൽ കമ്മിറ്റി കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി കഴിഞ്ഞ് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി പറയും. പക്ഷേ ഈ ആക്ടിനകത്ത് പറയുന്നത് ലോക്കൽ കഴിഞ്ഞ് സ്റ്റേറ്റ് കഴിഞ്ഞ് ആണ് ഡിസ്ട്രിക്റ്റ് പറയുന്നത്. സോ ആ ഒരു ഓർഡറിൽ കൺഫ്യൂസ്ഡ് ആകരുത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞ 8-നുള്ളിലാണ് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി പറയുന്നത്. The Agricultural Production Commissioner, the Commissioner of Land Revenue, and an expert in the field of environment and a scientist in the field of paddy cultivation
to be nominated by the government shall be the members of the state level committee and agricultural production commissioner shall be its convener. ഓക്കെ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ കാണും, ലാൻഡ് റവന്യൂ കമ്മീഷണർ കാണും, ഈ മേഖലയിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള എൻവയറൺമെൻറ്റൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തി കാണും, പാഡി കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സയൻറ്റിസ്റ്റും ഇതിൽ അംഗമായിരിക്കും. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ആയിരിക്കും ഇതിൻ്റെ കൺവീനർ. നേരത്തെ നമ്മൾ അഗ്രികൾച്ചർ ഓഫീസറാണ് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കൺവീനറായിട്ട് പറഞ്ഞതുപോലെ ഇവിടെ ആരാണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണറാണ്. The state level committee shall scrutinize each application recommended by the local level monitoring committee for filling up or reclamation of paddy land for public purpose and shall examine in detail whether any alternative land other than paddy land is available in that area and ecological changes that may occur due to such filling up of paddy land and submit a report to the government. ഇപ്പോൾ ഈ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ എന്താണ്? ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്ന ലെവലിംഗ് അല്ലെങ്കിൽ റിക്ലമേഷൻ ഉണ്ടല്ലോ, അതിനെ അവർ സൂക്ഷ്മമായിട്ട് പഠിക്കും. എന്നിട്ട് ഈ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ, ഇത് ഉദാഹരണം ഒരു റോഡ് വരെയാണ്, വേറെ ഏതെങ്കിലും വഴി കൂടെ പോകാൻ പറ്റുമോ, ഈ നെൽപ്പാടത്ത് കൂടെ അല്ലാതെ വീട് വയ്ക്കാൻ വേറെ ഏതെങ്കിലും ഒരു വഴിയുണ്ടോ, വേറെ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ഇവിടെ തന്നെ വയ്ക്കുകയും ഇവിടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പണി ചെയ്യണമെങ്കിൽ ആ നികത്തുന്നത് കാരണമുണ്ടാകുന്ന പാഡി ലാൻഡ് നികത്തുന്നത് കാരണമുണ്ടാകുന്ന ഒരു ദോഷവശങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ ഫങ്ഷൻ. നെക്സ്റ്റ്, ഡിസ്ട്രിക്റ്റ് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റി. സെക്ഷൻ 9 പറയുന്നത് ദ ഡിസ്ട്രിക്റ്റ് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റി ഷാൾ കൺസിസ്റ്റ് ഓഫ് RDO, Principal Agriculture Officer and 3 paddy cultivators to be nominated by the collector, and RDO shall be its chairman and the Principal Agriculture Officer shall be its convener. നമ്മൾ എപ്പോഴും പറഞ്ഞു അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസർ ആയിരിക്കും അതിൻ്റെ കൺവീനർ. ഓക്കെ, ഇവിടെ RDO ആണ് ചെയർമാൻ. കളക്ടർ ആണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരാൻ സാധ്യതയുണ്ട്. കളക്ടർ അല്ല ചെയർമാൻ, RDO ആണ് ചെയർമാൻ. പ്രൊവൈഡഡ് ദാറ്റ് വേർ ദർ ആർ മോർ ദാൻ 1 RDO ഉണ്ടെങ്കിൽ, കൂടുതൽ RDOs ഉണ്ടെങ്കിൽ കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു RDO ആയിരിക്കും ഇങ്ങോട്ട് പോകുന്നത്. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ നോമിനേറ്റഡ് മെമ്പർ ഷാൾ ബി 3 years, 3 വർഷമായിരിക്കും കാലാവധി. പിന്നെ any person aggrieved by the decision of the district level authorized committee may prefer an appeal before collector. ഇവിടെ നമ്മൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു സ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോട്ട് പോകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്? കളക്ടറിൻ്റെ അടുത്തോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് ഓർമ്മിക്കുക. ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റിയുടെ ഉത്തരവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് കളക്ടറിൻ്റെ അടുത്താണ് അപ്പീലിന് പോകേണ്ടത്. ഓക്കെ, next, no application shall be considered by the district level authorized committee unless the local level monitoring committee has recommended that such reclamation shall not adversely affect the ecological condition and the cultivation in the adjoining paddy land. The owner of the paddy land or his family do not own a suitable land for this purpose in that district, the building to be constructed for his own purpose, and such paddy land is not situated surrounded by അതർ പാഡി ലാൻഡ്. അതായത് ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി എന്താണ്, ഈ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ആപ്ലിക്കേഷൻ എടുക്കാൻ പാടില്ല. എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്നാണ് പറയുന്നത്? ഈ നികത്താൻ പോകുന്ന ലാൻഡ് കാരണം ഇക്കോളജിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. രണ്ടാമത്, അദ്ദേഹത്തിന് ഈ ലാൻഡ് നികത്താൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഈ ഡിസ്ട്രിക്റ്റിൽ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല വീട് വയ്ക്കാൻ. മൂന്നാമത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പർപ്പസിന് വേണ്ടിയിട്ടാണ് അവിടെ ബിൽഡിംഗ് പണിയുന്നത്. നാലാമത്തത്, ഈ പാഡി ലാൻഡിന് ചുറ്റും മറ്റ് പാഡി ലാൻഡൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ 4 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി എന്ത് ചെയ്യുള്ളൂ? ഈ ആപ്ലിക്കേഷൻ പരിഗണിക്കുകയുള്ളൂ. നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 ഓർഗനൈസേഷൻ, 3 ആ ഒരു ലീഗൽ ഫ്രെയിംവർക്കിനുള്ളിലുള്ള ആ ബോഡീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അതുമായിട്ട് അസോസിയേറ്റഡ് സെക്ഷൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഇനി നിയമത്തിന് പുറത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വെറ്റ്ലാൻഡിൻ്റെയും വാട്ടർഷെഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ളത് നമുക്ക് നോക്കാം. സെൻറ്റർ ഫോർ വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, അത് 2021 ഫെബ്രുവരി 2, അതായത് ഫെബ്രുവരി 2ൻ്റെ പ്രത്യേകത എന്താണ്? വെറ്റ്ലാൻഡ്സ് ഡേ ആണ്, ലോക തണ്ണീർത്തട ദിനമാണ്. ആ ദിവസം പ്രഖ്യാപിച്ചതാണ്. അതായത് ചെന്നൈയിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു സെൻറ്റർ ഫോർ വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആരംഭിക്കും എന്ന് അനൗൺസ് ചെയ്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി. കേരളത്തിൻ്റെ വെറ്റ്ലാൻഡ് അതോറിറ്റിയെ പറ്റി പഠിക്കാം. ആസ് പെർ സെക്ഷൻ 5
ക്ലോസ് 1 ഓഫ് ദ വെറ്റ്ലാൻഡ്സ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾസ് 2017. അത് പ്രകാരമാണ് ഗവൺമെൻറ് ഓഫ് കേരള കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 2017 ഡിസംബർ 28 സ്റ്റേറ്റ് വെറ്റ്ലാൻഡ്സ് അതോറിറ്റി. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തരാം, നമ്മുടെ കേരള വെറ്റ്ലാൻഡ്സ് ആൻഡ് പാഡി കൺസർവേഷൻ ആക്ട് 2008 പ്രകാരമാണോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തരാം. അത് ഒരിക്കലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മാർക്ക് ചെയ്യരുത്. വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾസ് 2017 പ്രകാരമാണ്, അതിലുള്ള സെക്ഷൻ 5 പ്രകാരമാണ് ഈ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചെയർമാൻ ആരാണെന്ന് നോക്കൂ, ചീഫ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ചെയർമാൻ. ചീഫ് സെക്രട്ടറി ടു ഗവൺമെൻറ് ആണ് വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ലാൻഡ് റവന്യൂ മിനിസ്റ്ററിൻ്റെ പേരൊക്കെ തരാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ചീഫ് മിനിസ്റ്റർ ചെയർമാനും ചീഫ് സെക്രട്ടറി ആണ് വൈസ് ചെയർപേഴ്സണുമായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഡയറക്ടർ ഓഫ് എൻവയറൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചസ് മെമ്പർ സെക്രട്ടറിയായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ഡയറക്ടർ ഫോർ എൻവയറൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി meant to function as state's nodal agency to implement task of policy development, regulatory framework, integrated management, planning, implementation of action plans, capacity building, research, networking, communication, awareness creation and raising of funds for wetland management. wetland management ബന്ധപ്പെട്ട പോളിസി ക്രിയേറ്റ് ചെയ്യുന്നതും മുതൽ എല്ലാ കാര്യങ്ങളുടെയും ഒരു നോഡൽ ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റിയാണ്. അപ്പോൾ വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഈ അതോറിറ്റി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് ഓൾ വെറ്റ്ലാൻഡ്സ് ഓഫ് ദ കേരള. ഈ 3 കാര്യങ്ങളും വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് ആണ്. അതായത് നോട്ടിഫൈ ചെയ്യേണ്ട വെറ്റ്ലാൻഡ്, സാധാരണ ഉള്ള എല്ലാ വെറ്റ്ലാൻഡ്സുമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, നോട്ടിഫൈ ചെയ്യേണ്ട വെറ്റ്ലാൻഡ് എടുക്കുക, ഇങ്ങനത്തെ ഐഡൻറ്റിഫിക്കേഷൻ പരിപാടികളാണ് ഈ അതോറിറ്റിയുടെ മുഖ്യ ലക്ഷ്യം. നെക്സ്റ്റ്, പ്രിപ്പയർ എ കോംപ്രഹെൻസീവ് ഡിജിറ്റൽ ഇൻവെൻറ്ററി ഓഫ് ഓൾ വെറ്റ്ലാൻഡ്സ്. അപ്പോൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ കേരളത്തിലെ വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഏത് കോണിലിരുന്നാലും നമുക്ക് അറിയത്തക്ക രീതിയിലുള്ളൊരു ഡിജിറ്റൽ ഇൻവെൻറ്ററി ഉണ്ടാക്കുക. ഡെവലപ്പ് എ കോംപ്രഹെൻസീവ് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി റെഗുലേറ്റഡ് ആൻഡ് പെർമിറ്റഡ്. പെർമിറ്റ് ചെയ്യേണ്ടതും റെഗുലേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ, പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സ്പെസിഫിക് ആയിട്ട് വെറ്റ്ലാൻഡ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ ചില പർട്ടിക്കുലർ ജലാശയങ്ങളിൽ ചിലപ്പോൾ ബോട്ടിങ്ങോ ടൂറിസമോ ഒന്നും പാടില്ല, അങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ വെറ്റ്ലാൻഡ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പ്രൊഹിബിറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഡിഫൈൻ സ്ട്രാറ്റജീസ് ഫോർ കൺസർവേഷൻ ആൻഡ് വൈസ് യൂസ് ഓഫ് വെറ്റ്ലാൻഡ്സ് വിത്തിൻ ദർ ജൂറിസ്ഡിക്ഷൻ. അതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ വൈസ് യൂസ് ഓഫ് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ഒക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് വൈസ് യൂസ് ഓഫ് വെറ്റ്ലാൻഡ്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. വൈസ് യൂസ് being a principle for managing these ecosystem which incorporates sustainable uses such as capture fisheries at subsistence level or harvest of aquatic plant as being compatible with conservation if ecosystem functions such as water storage, groundwater recharge, flood buffering and values such as recreation and cultural and maintained or enhanced. വൈസ് യൂസ് എന്ന് പറഞ്ഞാൽ ആ വെറ്റ്ലാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സബ്സിസ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അവിടെ നിന്ന് സ്വീകരിക്കാനും എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. പകരം അത് തരുന്ന എക്കോസിസ്റ്റം ഫങ്ഷൻസും മറ്റ് വാല്യൂസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടൊരു സുസ്ഥിരമായിട്ടുള്ള ഇടപെടൽ മാത്രമേ നമുക്ക് അവിടെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതാണ് വൈസ് യൂസ് എന്ന് പറയുന്നത്. റിവ്യൂ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്ലാൻ. എല്ലാത്തിനും ഒരു ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ വേണം അല്ലേ. നോക്കൂ അത് എങ്ങനെയാണെന്നുള്ളത്, ഏത് ലെവലിലാണെന്നുള്ളത് നോക്കാം. ഫോർ ഈച്ച് ഓഫ് ദ നോട്ടിഫൈഡ് വെറ്റ്ലാൻഡ് ഇൻക്ലൂഡിംഗ് ട്രാൻസ്ബൗണ്ടറി വെറ്റ്ലാൻഡ് ഇൻ കോർഡിനേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ ട്രാൻസ്ബൗണ്ടറി വെറ്റ്ലാൻഡ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആൻഡ് വിത്തിൻ ദീസ് പ്ലാൻസ് കൺസിഡർ കണ്ടിന്യൂഷൻ ആൻഡ് സപ്പോർട്ട് ടു ട്രഡീഷണൽ യൂസ് ഓഫ് വെറ്റ്ലാൻഡ് വിച്ച് ആർ ഹാർമണൈസ്ഡ് വിത്ത് എക്കോളജിക്കൽ ക്യാരക്ടർ. അപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ഒരു അതിൻ്റെ ഈ ഒരു എക്കോളജിക്കൽ ബാലൻസ് ഉണ്ടാകത്തക്ക രീതിയിൽ ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം ഈ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Next, in cases where lands within boundary or notified wetlands or wetlands complex have private tenancy right. ഇതിവിടെ പറയുന്ന പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ള വെറ്റ്ലാൻഡ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുറച്ച് പാർട്ട് ഓഫ് സം വെറ്റ്ലാൻഡ് ഒക്കെ എന്ന് വെച്ചാൽ പാഡി ലാൻഡ് തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ള കാര്യമാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇക്കോളജിക്കൽ ക്യാരക്ടേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കാം. ദെൻ ഐഡൻറ്റിഫൈ മെക്കാനിസംസ് ഫോർ കൺവേർജൻസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് പ്ലാൻ വിത്ത് ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസുമായിട്ട് ഒരേ ലെവലിൽ പോകുന്ന രീതിയിൽ തോൾ ചേർന്ന് പോകുന്ന രീതിയിലായിരിക്കണം, കൺവേർജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം
പുതുതായിട്ടുണ്ടാകുന്ന മാനേജ്മെൻറ്റ് പദ്ധതികൾ. എൻഷുർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദീസ് റൂൾസ് ആൻഡ് അതർ റിലവൻറ്റ് ആക്ട്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഓൺ ഹാഫ് ഇയർലി ബേസിസ്. എല്ലാ റൂൾസും കാര്യങ്ങളും എല്ലാം ഒരു വർഷത്തിൻ്റെ പകുതി ആകുമ്പോഴത്തേക്കും എൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ്, കോർഡിനേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്ലാൻസ് ബേസ്ഡ് ഓൺ വൈസ് യൂസ് പ്രിൻസിപ്പൾ. നേരത്തെ നമ്മൾ പറഞ്ഞു. ഫംഗ്ഷൻ ഇസ് നോഡൽ അതോറിറ്റി ഓഫ് ഓൾ വെറ്റ്ലാൻഡ് സ്പെസിഫിക് അതോറിറ്റീസ് വിത്തിൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തിന് നോഡൽ ഏജൻസിയായിട്ട് ആക്ട് ചെയ്യുക. ഇഷ്യൂ നെസസറി ഡയറക്ഷൻസ് ഫോർ കൺസർവേഷൻ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് വെറ്റ്ലാൻഡ്സ് ടു റെസ്പെക്റ്റീവ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. ഇതിലൊന്നും കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. വൈസ് യൂസ് എന്ന് പറയുന്നത് വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് ആണെന്നൊന്ന് മനസ്സിൽ ഓർക്കുക. നെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള, IWDMK എന്ന് പറയും. ചടയമംഗലത്താണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നൊന്ന് നോക്കണം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ലെവൽ ട്രെയിനിങ് ആൻഡ് എക്സ്റ്റൻഷൻ സെൻറ്റർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. അപ്പോൾ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ആണെങ്കിൽ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാൻഡ് റിസോഴ്സ് എന്നോ അഗ്രികൾച്ചർ എന്നോ ഒക്കെ പറഞ്ഞ് മാറ്റിത്തരാം. ഈസ് പ്ലേയിങ് എ കീ റോൾ ഇൻ എൻറിച്ചിങ് the awareness of conservation of natural resources to the various functionaries associated with watershed program, eco restoration and conservation of environment. ഇപ്പോൾ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലക്ഷ്യം. ഒബ്ജക്റ്റീവ്സ് നോക്കിക്കേ: ടു ഇമ്പാർട്ട് ട്രെയിനിങ് ടു ഗവൺമെൻറ് ഒഫീഷ്യൽസ്, പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഫാമേഴ്സ്, സ്റ്റുഡൻസ് and those are associated with activities on watershed management, eco restoration and environmental conservation. അപ്പോൾ വെറ്റ്ലാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒട്ടുമിക്ക അല്ലെങ്കിൽ വാട്ടർഷെഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒട്ടുമിക്ക സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് പ്രൈം ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, ഈ കേരള ഗവേണൻസിൻ്റെ കീഴിൽ ചോദിക്കാൻ സാധ്യതയില്ലാത്തതും എന്നാൽ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് റാംസാർ സൈറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ 75 സൈറ്റാണുള്ളത്. ഇത് നമ്മുടെ എക്സാമിന് ഒന്നുകിൽ ഡിഗ്രി പ്രിലിംസിന് എൻവയറൺമെൻറ്റ് ഭാഗത്തുനിന്ന് ചോദിക്കാം. നമ്മുടെ എക്സാമിന് വേണമെങ്കിൽ GK പാർട്ട്, അതായത് ഏതെങ്കിലുമൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള റാംസാർ സൈറ്റ് ഏതെങ്കിലും ന്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് അഫേഴ്സ് ഭാഗത്തുനിന്ന് ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലേ ഉള്ളൂ. കാരണം കേരള ഗവേണൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ തീരെ റാംസാർ സൈറ്റ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റാംസാർ സൈറ്റ് മാച്ച് ദ ഫോളോയിങ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻ്റ് എന്നുള്ള നിലയ്ക്ക് 75 റാംസാർ സൈറ്റിനെ പറ്റിയും അത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് എന്നുള്ളത് നോക്കുക. പ്രത്യേകിച്ച് കേരളത്തിൽ 3 റാംസാർ സൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. 2002 3നും റാംസാർ സൈറ്റ് എന്ന് പറയുന്ന പദവി ലഭിച്ചത്. അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആയാലും വാട്ടർഷെഡ് മാനേജ്മെൻ്റ് ആയാലും ആ ലീഗൽ ഫ്രെയിംവർക്ക് നന്നായിട്ട് മനസ്സിലുണ്ടായിരിക്കുക. ഓക്കെ, താങ്ക് യു.